പ്രിയപ്പെട്ട കാസർഗോട്ടുകാരെ, ഒരു മിടുക്കിയായ ഒരു കുട്ടിയെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സദാ സി എ, കാസർഗോഡ് നെല്ലിക്കുന്ന് ചേരങ്കൈ സ്വദേശിനിയാണ്. കുട്ടി വലിയൊരു ഡ്രീമിലാണ് നിലവിൽ ഉള്ളത്. ആ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള പ്രയത്നത്തിലാണ് ഉള്ളത്. അതിൻ്റെ തുടക്കം ഏകദേശം തുടങ്ങിക്കഴിഞ്ഞു. അതിനെപ്പറ്റി ചോദിക്കാനും അതിനെപ്പറ്റി അറിയാനും കുട്ടിയുടെ ഭാവി പറ്റി അറിയാനും കുട്ടിയുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ അറിയാനൊക്കെയാണ് ഈ ഒരു വേദി ഉപയോഗിക്കുന്നത്. അപ്പോൾ കുട്ടിയോട് തന്നെ നമ്മൾക്ക് ചോദിച്ചറിയാം. ശ്രദ്ധ, എവിടെയാണ് തുടക്കം പഠിച്ചതൊക്കെ? ആദ്യം ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് കേസ് അബ്ദുല്ലയിലായിരുന്നു. പിന്നെ സൗദി അറേബ്യയിലോട്ട് പോയി. അവിടെ ഹുദാൽനൂർ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചു. പിന്നെ 5ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും നാട്ടിൽ വന്നിട്ട് കേസ് അബ്ദുല്ലയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഹൈസ്കൂൾ ആകുമ്പോഴത്തേക്കുമാണ് തൻബീൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേരുന്നത്. പിന്നെ +2 വരെ അവിടെ തന്നെയാണ് പഠിച്ചത്. ഇപ്പോൾ +2 ഹ്യൂമാനിറ്റീസ് ആയിട്ട് തൻബീൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞു. വലിയൊരു കാര്യം അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ 1200-ൽ താങ്കൾക്ക് കുറഞ്ഞിട്ടുള്ള മാർക്ക് കേവലം 4 മാർക്കാണ്. ആ കുറയാനുള്ള കാരണം എന്താണ്? കുറയാനുള്ള കാരണം ഇംഗ്ലീഷിലായിരുന്നു എനിക്ക് 2 മാർക്ക് പോയത്. മേ ബി അത് ലാംഗ്വേജ് ആയതുകൊണ്ട് ഇട്ട് തരാത്തതായിരിക്കും. ഞാനത് എഴുതി കഴിഞ്ഞ ശേഷം റീവാലുവേഷന് കൊടുത്തു. റീവാലുവേഷന് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതി. ഇമ്പ്രൂവ്മെൻറ്റിന് പിന്നെ ഒന്നും കൂടി റീവാലുവേഷൻ കൊടുത്തു. എന്നിട്ടും അതേ ഒരു 99 എന്നുള്ള മാർക്കിൽ തന്നെ നിൽക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ 99.5% ആണ് താങ്കളുടെ മാർക്ക്. 99.66 അല്ലേ? കേവലം ചെറിയൊരു മാർക്ക്, 4 മാർക്കിന്റെ ഒരു കുറവാണ് 1200 ലഭിക്കാൻ അവസരം നഷ്ടപ്പെട്ട്. കാസർഗോഡ് ജില്ലയിൽ കേവലം 2 പേർക്ക് മാത്രമേ 1200 കിട്ടിയിട്ടുള്ളൂ. അതൊന്ന് സയൻസിലും മറ്റൊന്ന് ആർട്സിലും. അങ്ങനെയൊന്നും. താങ്കൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്? അതിനെ പറ്റിയിട്ട് എന്താണ് അറിയാൻ സാധിക്കുന്നത്? +2 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എൻട്രൻസിന്റെ പ്രിപ്പറേഷൻസ് അപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു. നമ്മളെ +2 ബോർഡ് എക്സാംസ് കഴിഞ്ഞതിന് ശേഷം തന്നെ ഫറൂഖിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജാമ്യ മില്ലിയ ആയിരുന്നു എൻ്റെ ഡ്രീം യൂണിവേഴ്സിറ്റി. ജാമ്യ മില്ലിയ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണ്. ഡൽഹിയിലെ ജാമ്യ മില്ലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് പണ്ട് മുതലേ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ ആദ്യം വരിക ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ അവിടെ UG കോഴ്സസ് ഇല്ലാത്തതിൻ്റെ കാരണം ഞാൻ എന്ത് ചെയ്തു, ജാമ്യ മില്ലിയയിലോട്ട് പിന്നെ എൻ്റെ ഒരു ഫോക്കസ് കൊണ്ടുപോയി. പിന്നെ ആർട്ടിക്കൽ എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. പിന്നെ CUET കൂടി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻ ഫോക്കസ് ജാമ്യയായിരുന്നു. ജാമ്യയിൽ ഞാൻ സോഷ്യോളജി ചെയ്തിട്ടുണ്ട്, ഹിസ്റ്ററി ചെയ്തിട്ടുണ്ട്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ് കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യോളജിയിൽ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 3 കിട്ടിയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 3 ഉണ്ട് സോഷ്യോളജി എൻട്രൻസ് എക്സാമിൽ. പിന്നെ ഞാൻ ഹിസ്റ്ററിയുടെ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് കൂടി വന്നിരുന്നു. അതിലും കൂടി സെലക്ഷൻ കിട്ടി. ഏതാണ് ഇപ്പൊ തെരഞ്ഞെടുത്തിട്ടുള്ളത്? ഞാൻ സോഷ്യോളജി ആയിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചു. അതെ അല്ലെ? ഇപ്പൊ അഡ്മിഷന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? ചെയ്തിട്ട് വന്നു. ഓക്കെ. എപ്പോഴാണ് ക്ലാസ്സിന് തുടങ്ങാറ്? ക്ലാസ്സിന് ഇൻഷാല്ലാ ജൂലൈ 16 തുടങ്ങുന്നുണ്ട്. ജൂലൈ 16 തുടങ്ങുന്നുണ്ട്. ഏകദേശം 4 വർഷത്തെ കോഴ്സാണ് അല്ലേ അത്? അത് പുതിയ NEP പ്രകാരം 4 ഇയേഴ്സ് കോഴ്സാണ്. പിന്നെ ഒരു കാര്യം അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞാല് ശ്രദ്ധ, ES വലിയൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ചെറുപ്പം മുതൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു സ്റ്റുഡന്റ് ആണെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ശരിയാണോ? ഓക്കെ. എന്താണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുള്ളത്? ഇപ്പം എന്താ വെച്ചാൽ ഞാൻ +1 +2 ആ ഒരു ടൈമിൽ ചെറുതായിട്ടൊന്ന് ഓൺലൈൻ ക്ലാസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്. പിന്നെ +2 ആയപ്പോഴത്തേക്കും ആ ഒരു അക്കാഡമിക് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാന്ന് വെച്ചിട്ട് അത് പോസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനി അവിടെ പോയിട്ട് ഡൽഹിയിൽ പോയിട്ട് ഇതിനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ ജാമ്യയിൽ തന്നെ ഒരു റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി ഉണ്ട്. ബട്ട് അതൊരു 1 ഇയർ പ്രോഗ്രാമാണ്. അത് അവസാനമായിട്ട് നമ്മുടെ ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും കിട്ടും. അപ്പൊ അവിടെ തന്നെ അത് കോച്ചിങ്ങും കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം? അവിടെ തന്നെ ഡൽഹിയിൽ തന്നെ നോക്കാം. അതാ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡൽഹി, പിന്നെ IPS-ഉം IAS ആരൊക്കെ വളരുന്നതും ഉണ്ടാവുന്നത് ഡൽഹിയിൽ നിന്നാണ്. അപ്പൊ അത് തന്നെ അതേ സ്ഥലമാണ് താങ്കൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സസിനൊക്കെ കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ മലബാർ നിന്നൊക്കെ വരാൻ ആഗ്രഹമുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ പറയാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും? ാണ് പഠിക്കേണ്ടത് ഈ IAS കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിൽ വെച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരോട് എന്താണ് പറയാനുള്ളത്? ഈ UPSC എക്സാം, IASന്റെ എക്സാമിന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിലബസ് NCERT ബുക്സ് തന്നെയാണ്. നമ്മളിപ്പോൾ 6ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ബുക്സ് സെയിം ആണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ പ്രിപ്പറേഷൻ ചെയ്യുക. ഇപ്പോൾ എനിക്ക് ഈ ഒരു എൻട്രൻസ് എക്സാം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ മിനി വേർഷൻസ് ആണ്. നമ്മുടെ UPSC എന്ന് പറഞ്ഞാൽ ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ടഫസ്റ്റ് എക്സാം ആണ് ഇന്ത്യയിലെ. അതിൻ്റെ ഒക്കെ മിനി വേർഷൻസ് ആണ് ഈ CUET
പിന്നെ നീറ്റ് JEE എന്നൊക്കെ പറഞ്ഞാൽ. സോ അതൊക്കെ എഴുതിയിട്ട് നമ്മൾ വെൽ പ്രിപ്പയർ ആവാം. ഒരു മുന്നേ നമുക്കൊരു പരിചയപ്പെടാം, എങ്ങനെ എൻട്രൻസ് എഴുതാം അങ്ങനെയൊക്കെ മുമ്പേ പരിചയപ്പെടാം. പിന്നെ ബുക്സൊക്കെ നമ്മൾ മുമ്പേ ലൈക്ക് 6th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ബുക്സ് സെയിം ആണ്, അതേ സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. പിന്നെ ലൈക്ക് നോർമലായിട്ട് നമ്മളുടെ ജനറൽ അവയർനെസ് ഉണ്ടാവാം, നമ്മളുടെ ലോകത്ത് ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് അറിയാം നമുക്ക്. സോ +2 വരെ ആ ഒരു ഡ്രീം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക, പിന്നെ വേറെ ഒന്നിലേക്ക് പോവാതിരിക്കുക, അങ്ങനെയൊക്കെ. ഇപ്പൊ ശ്രദ്ധ ആ ഒരു രീതിയിലാണ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? 5th സ്റ്റാൻഡേർഡ് മുതൽ 5ാം ക്ലാസ് മുതൽ താങ്കൾ ഈ ഒരു ആഗ്രഹം വെച്ചിട്ട് പോകുന്നുണ്ട്. അപ്പം വലിയ ലൈക്ക് ഫോക്കസ് ഉണ്ടായിരുന്നില്ല. 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്കായിരുന്നു എന്താവാൻ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ സിവിൽ സർവീസ് എന്നുള്ള ഒരു ആഗ്രഹം മുറുകെ പിടിച്ച് നിന്നത്. ഞാൻ അതിനകത്ത് ഇടന്ന് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഇത് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രചോദനം ഉണ്ടാവും. ആ ഒരു പ്രചോദനം എന്താണ് സദാക്ക് ഇങ്ങനെ ഒന്ന് ആവാനുള്ള? ഇപ്പൊ എൻ്റെ ഒരു ആഗ്രഹം വലിയൊരു ബിസിനസ് മാൻ ആണെന്നാണ്. അപ്പൊ ഞാൻ അതിന്റെ പിന്നെ അങ്ങനെയുള്ള വലിയ ആൾക്കാരെ പറ്റി പഠിക്കും, അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായിരുന്ന സദാക്ക്? നമ്മള് എന്താന്ന് ചോദിച്ചാല് ഫസ്റ്റ് 5th സ്റ്റാൻഡേർഡിന് ഇവിടെ കാസർഗോഡ് ആരും ലേഡി കളക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല. ആ ഒരു കാര്യത്തിലാണ് എനിക്ക് ആ ഒരു സ്പാർക്ക് വന്നത്, ഇവിടെ ഒരു ലേഡി കളക്ടറായിട്ട് വരണം. പിന്നെ ഫാമിലി നല്ല സപ്പോർട്ട് ഉണ്ട്, ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ ബ്ലഡ് ലൈനിൽ ഇതുവരെ ഇങ്ങനെ ആരും പഠിച്ചിട്ട് പോയിട്ടില്ല. സോ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഒരു ഉന്നത എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സദ മാത്രമാണ് ഇപ്പോ? മാത്രമല്ല, പിന്നെയും ഉണ്ട്. ബട്ട് ഈ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞത് ഞാൻ മാത്രമാണ്. ബാക്കിയൊക്കെ സയൻസ് അങ്ങനെയൊക്കെ പഠിച്ച ലെക്ചർ ആയവരും പിന്നെ ഡോക്ടേഴ്സ് ആരൊക്കെ ഉണ്ട്. IAS എന്ന് പറയുന്ന ഒരു മോഹമായിട്ട് പോകുന്നുള്ളത് കുടുംബത്തിൽ നിന്ന് സദ മാത്രമാണ്. അതെ. പിന്നെ ആ ഒരു സ്പാർക്കിൽ തുടങ്ങിയതാണ് ലേഡി കളക്ടർ ആവണം. പിന്നെ ഒരു മാം വന്ന്, ഭണ്ഡാരി സ്വാഗത് മാം വന്ന്, മുമ്പുള്ള ലേഡി കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു ഡ്രീമിലോട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് കണ്ടിരുന്നോ? പോയിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ സ്കൂളിൽ വന്നിട്ടുണ്ട്. സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു, പിന്നെ ആ ഒരു ഡ്രീമായിട്ട് തന്നെ മുമ്പോട്ട് പോയി. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ IAS ഇല്ലെങ്കിൽ ഒരു സിവിൽ സർവന്റ് എന്നൊക്കെ പറഞ്ഞാല് നമ്മള് കൺട്രിയിൽ തന്നെ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് അവർ. പൊളിറ്റീഷ്യൻസിനെക്കാളും കൂടുതൽ രാജ്യം കൊണ്ടുപോകുന്നത് അവരാണ്. നമ്മുടെ ഒരു സൈനിനൊക്കെ അത്ര വാല്യൂ ഉണ്ടാവും. സോ ആ ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുള്ളതും ഭയങ്കര ആഗ്രഹം. ആ ഒരു ആഗ്രഹം മുമ്പിൽ വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ടാണ് ശ്രദ്ധ മുമ്പോട്ട് കയറുന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ഇപ്പൊ നീങ്ങുന്നുള്ളത് അല്ലെ? ഓക്കെ. ശ്രദ്ധ ചെറുപ്പം മുതൽ തന്നെ വളരെ മികച്ച ഒരു പിന്നെ കായത്രിയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും സ്കൂളിലും അതുപോലെ തന്നെ ബാക്കി കാര്യത്തിലൊക്കെ പ്രൈസുകൾ ഇങ്ങനെ വാരിക്കൂട്ടുന്ന ആളെന്നാണ് താങ്കളെ പിന്നെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും അതുപോലെ തന്നെ നാട്ടിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ളത്. അത് ചെറുപ്പം മുതൽ തന്നെ ഉണ്ടോ? എല്ലാ കാര്യത്തിലും എല്ലാ ആക്ടിവിറ്റീസിലും ഉണ്ടോ? സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ A ഗ്രേഡും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലെ? അതൊന്ന് വിശദീകരിക്കും എന്തിലെന്നൊക്കെ. ഞാൻ ഇംഗ്ലീഷ് essay റൈറ്റിംഗിൽ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ കേരളോത്സവമില്ലേ, ആ ഒരു കാര്യത്തിലും ഇംഗ്ലീഷ് സ്പീച്ചിലും പിന്നെ പോയം റൈറ്റിംഗ് ആ ഒരു ഫീൽഡിലൊക്കെ പോയിട്ടുണ്ട്, സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ലിറ്ററേച്ചറും റൈറ്റിംഗ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എഴുതിയിട്ട് ഇങ്ങനെ ബുക്കാവാണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അല്ല ബുക്കായിട്ട് വെച്ചിട്ടുണ്ട്? ആർട്ടിക്കിൾസ് എഴുതുന്നതും വായിക്കുന്നതും ഇഷ്ടമാണ്. ബിക്കോസ് അത് ഫാക്റ്റ് ആണല്ലോ. നമ്മൾ ഇൻഫർമേഷൻസ് എഴുതുക, ഇൻഫർമേഷൻസ് വായിക്കുക, അതൊക്കെ ഉപകാരപ്പെടുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. essay റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നിലവിലെ സാഹചര്യത്തിന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രാജ്യത്തിന്റെയും നാടിന്റെ ഒക്കെ എങ്ങനെയാണ് സദാന്റെ മനസ്സിൽ നോക്കി കാണുന്നുള്ളത്? വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യങ് ജനറേഷൻസ് ആണല്ലോ മുമ്പോട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു ആകുലതയോടാണ് ജനങ്ങൾ കാണുന്നത്. ന്യൂ ജനറേഷൻ എന്താണ്? പല ആൾക്കാർ പല രീതിയിലാണ് പോകുന്നുള്ളത്. വീട്ടുകാരെ പിന്നെ ഇതാക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഉമ്മ ഉപ്പ പറഞ്ഞ അമ്മയച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെയൊന്ന് പോകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആളെ ഒരു പിന്നെ കൂട്ടത്തിലാണ് സദാവും വളർന്നു വരുന്നുള്ളത് ന്യൂ ജനറേഷൻ. അപ്പൊ ന്യൂ ജനറേഷനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ലൈക്ക് ഡ്രഗ്സിന്റെ അബ്യൂസ് നല്ലോണം ഉണ്ട്. പിന്നെ കുറെ ആൾക്കാർക്ക് ലൈക്ക് പിയർ പ്രഷേഴ്സ് ഉണ്ടാവും, നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതൊക്കെ ലൈക്ക് മേജർ റീസൺ ഒന്നാമത് ഇപ്പോൾ ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് എല്ലാത്തിലും വന്നത്. ബട്ട് ആ ഒരു കൂട്ടത്തിലും കുറെ ആൾക്കാരുണ്ടാവും ഡ്രീംസിന്റെ മുറുകെ പിടിച്ചിരിക്കുന്നവര്. അവരെ മുന്നോട്ട് വരാൻ ഞാൻ ലൈക്ക് അവരെ ഒരു സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ഒരു ലൈക്ക് മുന്നോട്ട് വരാൻ എനിക്ക് പ്രചോദിപ്പിക്കാനേ പറ്റുള്ളൂ. ബിക്കോസ് ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങൾ കാരണം അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. കുറച്ച് പേര് കാരണം വേറെ കുറച്ച് പേർക്ക് എഫക്റ്റ് അതിനൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്തായാലും മാറും അത്. കാരണം ന്യൂ ജനറേഷൻ മാറണം, വലിയൊരു ഡ്രീമിലാണ് അവർ പോകുന്നുള്ളത്. പക്ഷെ എന്തോ സംതിങ് പ്രോബ്ലം ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ തന്നെ മാറേണ്ടതാണ്. അപ്പൊ സാധാരണ പോലത്തെ ഉള്ള ആൾക്കാർ അവർക്ക് ഒരു പ്രചോദനമായിട്ട് മാറും. അത് എഡ്യൂക്കേഷൻ ലെവലായി കഴിഞ്ഞാൽ, സ്പോർട്സ് ആയി കഴിഞ്ഞാൽ, ആക്ടിവിറ്റി എന്ത് ആക്ടിവിറ്റി
അവരവരുടെ കാര്യമായിട്ട് മുമ്പിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഇൻ്റർവ്യൂ വന്നിട്ട് സദാന ഇവിടെ ഇരുത്തിയിട്ട് സംസാരിക്കാൻ കാരണം തന്നെ ഇത് നാലാൾക്ക് ആർക്കെങ്കിലും പ്രചോദനം ആയിക്കോട്ടുന്നിട്ടാണ്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബത്തിനെ പറ്റി ഒന്ന് വിശദീകരിക്കും. എൻ്റെ ഉപ്പാൻ്റെ പേര് അബ്ദുറഹ്മാൻ CA, ചേരങ്കയിലാണ്. പുള്ളി ദുബൈയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ ഉമ്മ ഷബാന, ഹൗസ് വൈഫ്. എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ട്, ഞാനൊരു ട്വിൻ ആണ്. അവൻ്റെ പേര് റിദാൻ CA, അവനിപ്പോൾ ACCA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കൊരു അനിയത്തി കൂടിയുണ്ട്, നത്താശ എന്നൊരു 6th സ്റ്റാൻഡേർഡ്. മെഡോണ. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാല് പിന്നെ THS നായ്മാറമുലയില് നീ ഒരു കാര്യമായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ടല്ലോ, ഒരു കളക്ടറാണ്, അതുപോലെ തന്നെ IAS എടുക്കണമൊക്കെ. അപ്പൊ ഇതിനൊക്കെ ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പിന്നെ ഒരു 3-4 ടീച്ചർമാർ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമേകി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, ഈ ഒരു കോഴ്സ് ചെയ്തെങ്കിൽ ഇത്ര നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ മാർക്ക് നേടാനുള്ള എല്ലാവരും പിന്തുണ അങ്ങനെയുള്ള ഒരു 3-4 ടീച്ചർമാർ ആരാണ് നിങ്ങൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത്? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരു ഡ്രീം ഉണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ ഏകദേശം എല്ലാ ടീച്ചർമാരും ഭയങ്കര സപ്പോർട്ടാണ്. അവർ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബ്രോഷേഴ്സൊക്കെ വന്നാൽ എൻ്റെ അടുത്ത് കൊണ്ട് കാണിക്കും, ഇങ്ങനെ ഇവിടെ ചേരുന്നുണ്ടോ മോൾ, IAS ആവുന്നുണ്ട്, ഇങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞ് തരും. പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ എനിക്ക് സുബൈദ മാം എന്ന് പറഞ്ഞൊരു മാം ഉണ്ടായിരുന്നു. ആ മാം ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും ഈ ഒരു IAS എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന ഒരു ടീച്ചറായിരുന്നു. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാർ അലി സാർ ആയെങ്കിലും പ്രീത മാം ആയെങ്കിലും എന്നെ പഠിപ്പിച്ച സലോമി ടീച്ചർ, ശ്രീജിത്ത് സാർ, വിരമിച്ച പ്രിൻസിപ്പൽ, നമ്മളാ സാർ എല്ലാത്തിനും കൂടെ ഉണ്ടാവലുണ്ട്. ഏതൊക്കെ ടീച്ചറിന്റെ പേര് പറഞ്ഞു? പ്രീത മാം ഉണ്ടായിരുന്നു, എന്നെ എക്കണോമിക്സ് പഠിപ്പിച്ച ടീച്ചറാണ്. പിന്നെ സലോമി ടീച്ചറും വിരമിച്ചിട്ടുണ്ട്, എന്നെ പൊളിറ്റിക്സ് ടീച്ചറായിരുന്നു. എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റും കൂടിയാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പോഴും ഇവരായിട്ട് ബന്ധം കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടിയതായാലും ഇവരെ എല്ലാരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നതിനും ഇത്ര സമയം പ്രേക്ഷകരുമായി എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിനും ഷദയ്ക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. വലിയൊരു ആഗ്രഹം വെച്ചിട്ടാണ് ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത്. ഇനി വരുന്ന 4 വർഷം കഴിഞ്ഞതിന് ശേഷം കാസർഗോഡ് ജില്ല ഷദയിലൂടെ അഭിമാനിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരു കലക്ടറായി തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു.